വെള്ളാപ്പള്ളിയുമായി പിണറായി വിജയനൊക്കെ സംഭവിച്ച ദുരന്തം എന്താണ്? വെള്ളാപ്പള്ളിയുമായുള്ള കൂട്ടുകെട്ട് അവരുടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ഇടവരുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളിയുമായുള്ള കൂട്ടുകെട്ടാണ്. കാരണം വെള്ളാപ്പള്ളിയെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സ്വന്തം സമുദായത്തോടൊരു താല്പര്യമില്ല, അവരുടെ നന്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, സമൂഹ നന്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്വന്തം നേട്ടങ്ങൾ, സ്വന്തം സ്ഥാപിത താല്പര്യങ്ങൾ, സ്വന്തം ധനശേഖരണം, ഈ രീതിയിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എല്ലാവർക്കും അറിയാം. തൻ്റെ സ്വാധീനം, ഭരണതലത്തിലുള്ള സ്വാധീനം, നേരത്തെ ഉള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കേസ് അന്വേഷണത്തിൽ നിന്നും അദ്ദേഹം തടി തപ്പിയത്. സർക്കാരിൽ നിന്നും ഇപ്പോൾ ഉഷാദേവി അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി നൽകിയ അപേക്ഷ ഫോർവേഡ് ചെയ്തത് ഞാനാണ്. അതിൻ്റെ സത്യം പുറത്തു വരണം. നമുക്ക് ആരോടും വ്യക്തിപരമായൊരു വിരോധം, സത്യം പുറത്തു വരണം. സത്യം പുറത്തു വരുന്നതിന് അനുയോജ്യരായ സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ, കാര്യപ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിച്ചുകൊണ്ടുള്ള അവരുൾക്കൊള്ളുന്ന ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതേക്കുറിച്ച് അന്വേഷിക്കണം. അതാണ്. അപ്പോൾ ആ കത്ത് നൽകി ഇപ്പോൾ പിന്നെ കാര്യമായൊരു ചലനങ്ങൾ വരാതെ നിന്നു. മറ്റൊന്നും കൊണ്ടല്ല, ചിലപ്പോൾ ബഡ്ജറ്റൊക്കെ ആയതുകൊണ്ടായിരിക്കാം, എല്ലാവരും തിരക്കിലാണല്ലോ. അതുകൊണ്ട് ഇന്നലെ വീണ്ടും ഉഷാദേവിയുടെ രണ്ടാമത്തെ കത്ത് ഞാൻ ഫോർവേഡ് ചെയ്തു കൊടുത്തു. എത്രയും പെട്ടെന്ന് നീതി ഉറപ്പുവരുത്തണം, നീതി ലഭ്യമാക്കണം. ആ കുടുംബം അർഹിക്കുന്ന നീതി ഇതേവരെ ലഭ്യമായിട്ടില്ല. അവർക്ക് അത് ഉറപ്പുവരുത്തണം എന്ന് ആവശ്യപ്പെട്ടു. ഒരു കാര്യം ചോദിക്കട്ടെ, സാറിന് വൈരാഗ്യമില്ല എന്നുള്ളത് വെള്ളാപ്പള്ളിയോട് വൈരാഗ്യമില്ല എന്ന് പറയുന്നു. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോടായി നടത്തിയ പ്രതികരണത്തിൽ സർക്കാരിന്റെ കാലൻ എന്നുള്ളതാണ് താങ്കളെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത് കരിമണൽ ഖനനത്തിന്റെയും മദ്യ തീരുവയുമായി ബന്ധപ്പെട്ട നിലപാടുകളുടെയും പേരിലാണ്. എൻ്റെ ഈ നിലപാട് ഇന്നും ഇതിലും തുടങ്ങിയതല്ല. പ്രിയപ്പെട്ട കെ കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹമാണ് അന്ന് AP ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം ഘട്ടം ഘട്ടമായി മദ്യത്തിൻ്റെ ഉപയോഗ ലഭ്യത കുറച്ചുകൊണ്ടുവരിക, മദ്യനിരോധനത്തിലേക്ക് കാലക്രമേണ നീങ്ങുക എന്ന ആശയം ഉന്നയിച്ചത്, നടപ്പാക്കാൻ ആരംഭിച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ശ്രീ AK ആൻ്റണി ചാരായ നിരോധനം ഏർപ്പെടുത്തിയത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി ബാറുകൾ നിരോധിച്ചുകൊണ്ട് കേവലം 29 ബാറുകൾ മാത്രമാക്കിയത്. ആ 29 ബാറുകളാണ് പിണറായിയുടെ ഭരണകാലത്ത് ഏതാണ്ട് ഒരു 1000-ഓളം ബാറുകളായി. ഞാനതിന് അന്നേ മുതൽ ഫൈറ്റ് ചെയ്യുന്നതിന് എത്രയോ കത്തുകൾ കൊടുത്തു, എത്രയോ ലേഖനങ്ങൾ കൊടുത്തു, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് നടത്തി. പക്ഷേ കാര്യമായ ഒരു ചലനമുണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇത് ഈ മദ്യത്തിനെതിരെയുള്ള കോൺഗ്രസിൻ്റെ UDF നേതൃത്വത്തിൻ്റെ കെ കരുണാകരൻ്റെ കാലം മുതൽ, പ്രത്യേകിച്ച് ഈ കർമ്മ പദ്ധതി, കോൺഗ്രസ് എന്നും മദ്യവിരുദ്ധ പ്രസ്ഥാനമാണല്ലോ, ലഹരിക്കെതിരാണ്, മദ്യത്തിനെതിരാണ്. സ്വാതന്ത്ര്യ സമരകാലം മുതൽ തന്നെ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നയമാണ് മദ്യവർജനം. പക്ഷെ അതിനൊരു പ്രായോഗിക രൂപത്തിൽ സംസ്ഥാന സർക്കാർ അതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട കെ കരുണാകരനാണ് തുടങ്ങിയത്. അതിൻ്റെ അന്ന് മുതൽ നിയമസഭയിലും നിയമസഭാ കമ്മിറ്റികളിലും പുറത്തും ഈ ആശയം ഉന്നയിച്ചുകൊണ്ട് ഞാൻ അവരോടൊപ്പം നിൽക്കുന്നുണ്ട്. പാർട്ടി നയം നടപ്പിലാക്കാൻ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ തവണയും നമ്മുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ വളരെ കൃത്യമായി പറയുന്നത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ആപൽക്കരമായ അവസ്ഥയിൽ നിന്നും മുക്തമായ ഒരു കേരളമാണ് വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കണം.